കേരളം മുഴുവൻ ഉറ്റുനോക്കിയിരുന്ന സംഭവം നടന്നത് കീശേരിയിലാണ്. ക്ലസ്റ്റർ ഉപരോധത്തോടനുബന്ധിച്ച് നടന്ന സമരത്തിൽ നമ്മുടെ നിർഭാഗ്യത്തിന് ഒരു മാസ്റ്റർ മരണപ്പെടുകയുണ്ടായി. അഗസ്റ്റ് മാസ്റ്റർ മരണപ്പെട്ടപ്പോൾ ആ മരണം മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാർ അദ്ദേഹത്തെ ചവിട്ടി കൊന്നിട്ടാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്നുള്ളതാണ് നാട് നീളെ ഗവൺമെന്റും അതുപോലെ തന്നെ CPM-ഉം അവരുടെ പോഷക സംഘടനകളും അധ്യാപക സംഘടനകളും NGO സംഘടനകളും ഒക്കെ പറഞ്ഞത്. അതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തൊട്ടാകെ NGO-കാരുടെ ഒരു പണിമുടക്കും നടന്നു. അതിന്റെ പേരിൽ നിരപരാധികളായ നമ്മുടെ 5 ആളുകളുടെ പേരിൽ 302 വകുപ്പ് പ്രകാരം കൊലക്കുറ്റത്തിന് കേസെടുക്കുകയും അതുപോലെ തന്നെ നമ്മുടെ 10 ആളുകളെ പിന്നീട് 4 ആളുകളെ അങ്ങനെ മൊത്തം 14 ആളുകളുടെ പേരിൽ പൊതുമുതൽ നശിപ്പിച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള കേസുകളും ഉണ്ടാവുകയുണ്ടായി. അങ്ങനെ നമ്മുടെ 2 ആളുകൾ ആദ്യം 2 ആളുകൾ ഈ സംഭവം നടന്ന അന്ന് രാത്രി പോലീസ് റെയ്ഡ് നടത്തി പിടിക്കുകയും പിന്നീട് 3 ആളുകളെ നമ്മൾ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു. അങ്ങനെ 5 ആളുകൾ കൊലക്കേസ് പ്രതിയാവുകയും 1 മാസം ജയിലിൽ കിടക്കുകയും ഉണ്ടായി. ഇങ്ങനെ ഒരു സംഭവം നടന്നോ ഇല്ലേ എന്നുള്ളത് എനിക്കും നിങ്ങൾക്കും നന്നായി അറിയാം. അദ്ദേഹം ഇവിടെ സാജി സൂചിപ്പിച്ചതുപോലെ മുമ്പ് അസുഖമുള്ള ആളുകളായിരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടു. ഞാൻ അരീക്കോട് നിന്ന് വളരെ വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, ചെയ്യാത്ത സംഭവം, കാണാത്ത സംഭവം, അതിന് കമ്മ്യൂണിസ്റ്റുകാരും സാക്ഷി പറയാൻ പോകരുതെന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞതാണ്. ശങ്കരപ്പണിക്കർ പോയാൽ കാല് വെട്ടുന്നു ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇപ്പോഴും ആവർത്തിക്കുകയാണ്. ഒരു കാര്യം വളരെ വ്യക്തമായിട്ട് തന്നെ പറയാം, കീശേരിയിലെ 5 മുസ്ലിം യൂത്ത് ലീഗിന്റെ പ്രവർത്തകന്മാരാണ് ആ 302 കേസ് പ്രതി. ഇവിടെ ആലിഞ്ചോട്ടിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനുണ്ട്, ഒരു മാർക്സിസ്റ്റ് പാർട്ടിയുടെ മെമ്പർക്ക് കുട്ടികളെ പേര് കൊടുക്കുന്നത്. വളരെ കരുതി നിന്നോണ്ടേ, കാരണം എന്താ ലിസ്റ്റ് കൊടുക്കണ പൂതി ഇതിൽ കഴിയും. കാരണം ഇങ്ങൾക്ക് ഇങ്ങനെ പാർട്ടി ഓഫീസ് ഉണ്ടാക്കിയാണ് ലിസ്റ്റ് കൊടുത്തിട്ട് പോലീസ് ഒന്നും കാണാൻ നായായിട്ട് എടുത്ത് ഞങ്ങളെ കുട്ടികളെ എടുക്കട്ടെ, ആദ്യം ഞങ്ങൾ നിങ്ങളായിട്ട് കൈകാര്യം ചെയ്യും. ആ കൈകാര്യം ചെയ്തതിന് ശേഷം ബാക്കിയുള്ള കാര്യം നമുക്ക് ആലോചിക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് ഈ കേസിന് സാക്ഷി പറയാൻ ഇനി 3 ആളുകളെ തിരിച്ചറിയാൻ വേണ്ടിക്കാണ്ട് ഒരു വിജയൻ എന്ന് പറഞ്ഞ ഒരാൾ കൂടി പേര് കൊടുത്തിട്ടുണ്ട്. ആ വിജയനും ഒരു അധ്യാപകനാണ്. അധ്യാപകനോട് ഞാൻ പറയാം, ഇത് പോയിക്കാട് പറയായിരിക്കും, തിരിച്ച് ഇവിടെ പെരീക്കെത്തൂല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയം ഉണ്ടാവില്ല. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം എറണാകുളം നിയോജകമണ്ഡലം മുസ്ലിം ലീഗ് കമ്മിറ്റി ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അതിന്റെ പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയുന്നത്, ഈ കേസ് കോടതിയിൽ എന്തെങ്കിലും വരികയാണെങ്കിൽ, ഇതിന് എവനെങ്കിലും സാക്ഷി പറയാൻ കോടതിയിൽ എത്തുകയാണെങ്കിൽ അവൻ ജീവനോടെ തിരിച്ചു പോരുകയില്ല എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങൾ ചെയ്തോണ്ടി, ബാക്കി ഞാനിട്ടു. നിങ്ങൾ യാതൊരു ബേജാറുണ്ട്. ഈ പോലീസുകാരോടൊരു കാര്യം പറയാം, ഇങ്ങളുണ്ടല്ലോ ആരെങ്കിലും വന്ന് കാണാൻ രാത്രി 2:30 മണിക്ക് 3 മണിക്കുള്ള ആ റെയ്ഡ് ഉണ്ടല്ലോ, ആ പരിപാടി നിങ്ങൾ നിർത്തിക്കോണം. ഈ നിർത്തിയിട്ടില്ലെങ്കിൽ ഞങ്ങളെ സ്ത്രീകളും ഞങ്ങളെ കുട്ടികളും ഞങ്ങളും കൂടി നിങ്ങളെ കൈകാര്യം ചെയ്യും. അതിന് യാതൊരു സംശയം